MG യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ BSc കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പറായിട്ടുള്ള പ്രോബബിലിറ്റി തിയറിയുടെ ഒക്ടോബർ 2022 സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അതിൽ പാർട്ട് എ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡിസ്ക്രീറ്റ് സാമ്പിൾ സ്പേസ് ആൻഡ് കണ്ടിന്യൂസ് സാമ്പിൾ സ്പേസ്. ഒരു കണ്ടിന്യൂസ് സാമ്പിൾ സ്പേസ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. എ സാമ്പിൾ സ്പേസ് ഇസ് സെറ്റ് ടു ബി ഡിസ്ക്രീറ്റ് if it contains finite or countably infinite number of sample points. A sample space is said to be continuous if it contains uncountably infinite number of sample points. Another question, distinguish between mutually exclusive events and exhaustive events. Two or more events are said to be mutually exclusive if they cannot occur simultaneously in the same trial. If the events A and B are mutually exclusive, then A intersection B is equal to null set. Two or more events are said to be exhaustive if their union is the sample space S. That is, if the event A and B are exhaustive, then A union B is equal to S. Mutually exclusive ആണെങ്കിൽ നമുക്ക് പറയാം their intersection will be null set, and exhaustive ആണെങ്കിൽ നമുക്ക് പറയാം അവരുടെ union is equal to the sample space S. Another question, two unbiased dice are thrown together. Find the probability that the sum of the numbers on the faces is not less than 10. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഡൈസാണ്, അൺബയസ്ഡ് ഡൈസാണ് എറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ സാമ്പിൾ സ്പേസ് എസ് എന്താണ് എന്ന് നോക്കാം. അപ്പോൾ സാമ്പിൾ സ്പേസ് എസ് ഇസ് ഈക്വൽ ടു സെറ്റ് 1 1 സെറ്റ് 1 2 സെറ്റ് 1 1 1 2 അങ്ങനെ പോയിട്ട് സെറ്റ് 6 6 എന്ന് വരുന്ന പോയിൻറ്റ്സ് ആണ് നമ്മളെ സാമ്പിൾ സ്പേസിലുള്ളത്. അപ്പം അതൊക്കെ നമുക്ക് 36 പോയിൻറ്റ്സ് ആണ് നമ്മളുടെ സാമ്പിൾ സ്പേസിലുള്ളത്. അപ്പോൾ നമുക്കിവിടെ അറിയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് നമുക്ക് n കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 36 എന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോബബിലിറ്റി കാണേണ്ടത് സം ഓഫ് ദി നമ്പേഴ്സ് ഓൺ ദ ഫേസസ് ഇസ് നോട്ട് ലെസ് ദാൻ 10 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സം ഓഫ് ദ ഫേസസ് ഇസ് നോട്ട് ലെസ് ദാൻ 10 എന്ന് പറഞ്ഞാൽ ദ സം ഷുഡ് ബി മോർ ദാൻ ഓർ ഈക്വൽ ടു 10 അല്ലേ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് വരുന്നതാണ് നമുക്ക് കാണേണ്ടത്. അതിനുള്ള പ്രോബബിലിറ്റിയാണ് കാണേണ്ടത്. അപ്പോൾ സം ഓഫ് ദി ഫേസസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ ദ സം ക്യാൻ ബി 10 or 11 or 12. മാക്സിമം സം എന്താ വരുള്ളൂ, 6 എന്ന് പറഞ്ഞ ഔട്ട്കം വരുമ്പോൾ 6 + 6 12 ആണ് മാക്സിമം ഔട്ട്കംസ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് 10 സം വരുന്ന കേസസ് ഏതൊക്കെയാണ്, 11 സം വരുന്ന കേസസ് ഏതൊക്കെയാണ്, 12 സം വരുന്ന കേസസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ കൂട്ടത്തിൽ 10 സം വരിക എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? 10 സം വരിക എന്ന് പറഞ്ഞാൽ 4 6 വരും, 6 4 വരും, 5 5. 3 കേസുകളാണ് നമുക്കിതിൽ 10 എന്ന് പറയുന്ന സമ്മ് വരുന്ന കേസസ്. അപ്പോൾ 3 എണ്ണം 10 വരുന്ന സമ്മ്. ഇനി 11 സമ്മ് വരിക എന്ന് പറയുമ്പം ഏതൊക്കെ ഔട്ട്കമാണ് വരിക? 5 6 6 5 എന്ന് പറഞ്ഞ ഔട്ട്കംസ് വന്നാൽ ഇവരുടെ സമ്മ് 11 ആയിട്ട് വരും. ആൻഡ് 12 സമ്മ് വരുന്ന കേസ് ഔട്ട്കം 6 6 എന്ന് വന്നു. അപ്പോൾ നമുക്ക് 1 2 3 4 5 6 ഫേവറബിളായിട്ട് 10 or more സമ്മ് വരുന്ന ഫേവറബിൾ ആയിട്ടുള്ള കേസസ് എം ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയിരിക്കുന്നത് 6 ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് n ഇസ് ഈക്വൽ ടു 36 ആൻഡ് ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് എം ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. therefore നമുക്ക് പറയാം പ്രോബബിലിറ്റി, ദ റിക്വയർഡ് പ്രോബബിലിറ്റി ഇസ് ഈക്വൽ ടു m by n. ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് m by n ഇസ് ഈക്വൽ ടു 6 by 36, and we can write this as 1 by 6. ഇതാണ് നമ്മളെ റിക്വയർഡ് പ്രോബബിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ കൺസിസ്റ്റൻസി ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് p of a is equal to 0.48 and p of a intersection b is equal to 0.81. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് p of a നമുക്കറിയാം, p of a intersection b യും തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയുന്നത്
എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്, എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഓൾവേസ് എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു എ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയുടെ സബ്സെറ്റോ അല്ലെങ്കിൽ തുല്യമോ ആവാം. അങ്ങനെയാണെങ്കിൽ എപ്പോഴും പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ആവണം. അതായത് ഒരു സെറ്റ് മറ്റൊരു സെറ്റിൻ്റെ സബ്സെറ്റ് ആണെങ്കിൽ ഈ സെറ്റിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കണം? ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ദിസ് സെറ്റ്. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എപ്പോഴും പി ഓഫ് എയോടെ തുല്യമോ അതിനെക്കാട്ടോ കുറവോ ആവണം എന്നാണ് ഉള്ളത്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നതിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എത്രയാണ് തന്നിരിക്കുന്നത്? 0.81 ആണ്. ആൻഡ് പി ഓഫ് എ എന്ന് പറയുന്നത് അതിനെക്കാട്ടും ചെറുതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന കാര്യം എന്താണ്? റോങ് ആയിട്ടുള്ള ഇൻഫോർമേഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ റാൻഡം വേരിയബിൾ. ഗിവ് ആൻ എക്സാമ്പിൾ. എ റാൻഡം വേരിയബിൾ ഇസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ ദ സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. അതിനെ നമ്മൾ റാൻഡം വേരിയബിൾ ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. ആ റിയൽ വാല്യൂഡ് ഫംഗ്ഷനെ നമ്മൾ സാധാരണ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എക്സ് വൈ സെഡ് കൊണ്ടൊക്കെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. ഇനി നമ്മൾ എന്താണ് എക്സാമ്പിൾ എന്ന് നോക്കാം. എക്സാമ്പിൾ, കൺസിഡർ ദ റാൻഡം എക്സ്പെരിമെൻറ്റ് ഓഫ് ടോസിങ് 2 കോയിൻസ്. ഇപ്പോൾ 2 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ നമ്മുടെ സാമ്പിൾ സ്പേസ് ഈസ് ഈക്വൽ ടു സെറ്റ് എച്ച് എച്ച്, എച്ച് ടി, ടി എച്ച് ആൻഡ് ടി ടി. അപ്പോൾ ഈ സാമ്പിൾ സ്പേസിൽ നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ഡിഫൈൻ എ ഫംഗ്ഷൻ എക്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹെഡ്സ്. അതായത് ഈ നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുന്ന എക്സിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ആളുകൾ എവിടുന്നാണ് പോകുന്നത്? നമ്മൾ സാമ്പിൾ സ്പേസിന് ഉള്ളിലുള്ള ഓരോ ആളുകളാണ് പോകുന്നത്. അപ്പം എക്സ് ഓഫ് എച്ച് എച്ച്, അപ്പോൾ ഇവിടെ എത്ര ഹെഡുകളുണ്ട് നോക്കി അതെന്ത് ചെയ്യുന്നു? 2 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. എക്സ് ഓഫ് എച്ച് ടി, ഇവിടെ ഒരു ഹെഡാണുള്ളത്, അപ്പോൾ 1 റിട്ടേൺ ചെയ്യുന്നു. എക്സ് ഓഫ് ടി എച്ച്, ഇവിടെ ഒരു ഹെഡാണ്, അപ്പോൾ 1 റിട്ടേൺ ചെയ്യുന്നു. എക്സ് ഓഫ് ടി ടി, ടി ടി എന്ന് പറഞ്ഞാൽ 2 ടേലുകൾ കിട്ടി, അപ്പോൾ ഹെഡുകളുടെ എണ്ണം 0. ദെൻ എക്സ് ഇസ് എ റാൻഡം വേരിയബിൾ അസ്യൂമിങ് വാല്യൂസ് 0, 1 ആൻഡ് 2. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ p.m.f ഓഫ് y is equal to x square where x is with p.m.f. എക്സിൻ്റെ p.m.f തന്നിരിക്കുന്നത് എക്സ് എടുക്കുന്ന വാല്യൂസ് -1, -2, 0, 1 ആൻഡ് 2 ആൻഡ് എഫ് ഓഫ് എക്സ് എല്ലാ വാല്യൂസിലും 1/5 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ p.m.f അറിയാം. നമുക്ക് y is equal to x സ്ക്വയറിൻ്റെ p.m.f ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അറിയുന്നത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എഫ് ഓഫ് എക്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്തത് പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ്, റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ് സ്മോൾ എക്സ് എന്ന് പറയുന്ന വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റിയാണ്. ഇനി നമുക്ക് കാണേണ്ടത് y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇതിൻ്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനാണ്. അപ്പോൾ അത് കാണണമെങ്കിൽ ആദ്യം കാണേണ്ടത് y ഏതൊക്കെ വാല്യൂസ് എടുക്കുന്നു എന്ന് നോക്കണം. അതിനുശേഷം y ഓരോ വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. അതിനെയാണ് അതിൻ്റെ p.m.f എന്ന് പറയുന്നത്. അപ്പോൾ y ഏതൊക്കെ വാല്യൂസ് എടുക്കുന്നു? y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ എക്സിൻ്റെ വാല്യൂവിനനുസരിച്ചിട്ടാണ് y വാല്യൂസ് എടുക്കുന്നത്. അപ്പോൾ വെൻ എക്സ് ഇസ് ഈക്വൽ ടു -2, എക്സ് -2 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ എന്തായിരിക്കും? വെൻ എക്സ് ഇസ് ഈക്വൽ ടു -2, y is equal to x square, -2 square ആണ്, y എടുക്കുന്ന വാല്യൂ 4 ആണ്. ഇനി വെൻ എക്സ് ഇസ് ഈക്വൽ ടു -1, എക്സ് -1 എന്ന് പറയുന്ന വാല്യൂ എടുക്കുമ്പോൾ y എടുക്കുന്ന വാല്യൂ -1 സ്ക്വയർ, ദറ്റ് ഇസ് 1. സിമിലർലി വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, എക്സ് 0 ആവുമ്പോൾ y എടുക്കുന്ന വാല്യൂ എന്താണ്? y is equal to 0. ആൻഡ് വെൻ എക്സ് ഇസ് ഈക്വൽ ടു അടുത്ത വാല്യൂ എക്സ് 1 എന്ന് പറയുന്ന വാല്യൂ എടുക്കുമ്പോൾ y എടുക്കുന്ന വാല്യൂ y ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ, ജസ്റ്റ് 1. ആൻഡ് വെൻ എക്സ് ഇസ് ഈക്വൽ ടു 2, എക്സ് 2 എന്ന് പറയുന്ന വാല്യൂ എടുക്കുമ്പോൾ y എടുക്കുന്ന വാല്യൂ 2 സ്ക്വയർ, ദാറ്റ് ഇസ് ഈക്വൽ ടു 4. അപ്പോൾ നമ്മൾ കണ്ടു, നമ്മൾ y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ 3 ഡിഫറെൻറ്റ് വാല്യൂസാണ് എടുക്കുന്നത്. എക്സ് 5 വാല്യൂസ് എടുത്തിരുന്നു. അപ്പോൾ y എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? ഡിഫറെൻറ്റ് വാല്യൂസ് 0 എടുക്കുന്നുണ്ട്, 1 എടുക്കുന്നുണ്ട്, 4 എടുക്കുന്നുണ്ട്. അപ്പം y എടുക്കുന്ന വാല്യൂ 0, 1 ആൻഡ് 4. ഇനി നമുക്ക് കാണേണ്ടത് yൻ്റെ p.m.f ആണ് അല്ലേ. p.m.f ഓഫ് yനെ നമുക്ക് g ഓഫ് y കൊണ്ട് ഡിനോട്ട് ചെയ്യും. g ഓഫ് yനെ നമുക്ക് ഇതേപോലെ അങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ Y ഇസ് ഈക്വൽ ടു സ്മോൾ y. അതായത് നമ്മുടെ റാൻഡം വേരിയബിൾ y
സ്മോൾ വൈ എന്ന് പറയുന്ന വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ കണ്ടുപിടിക്കണം? ജി ഓഫ് 0 കാണണം, ജി ഓഫ് 1 കാണണം, ജി ഓഫ് 4 കാണണം. ഫസ്റ്റ് ജി ഓഫ് 0. വാട്ട് ഇസ് ജി ഓഫ് 0? ജി ഓഫ് 0 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ വൈ ഇസ് ഈക്വൽ ടു 0, വിച്ച് ഇസ് ഈക്വൽ ടു. അപ്പോൾ വൈ എപ്പോഴാണ് 0 എന്ന് പറയുന്ന വാല്യൂ എടുത്തത് എന്ന് നോക്കി. വൈ എപ്പോഴാണ് 0 എടുത്തത്? വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ്? പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു 0, വിച്ച് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സിന് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നു. സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇസ് എഫ് ഓഫ് 0 അല്ലേ. അപ്പോൾ എഫ് ഓഫ് 0 ദറ്റ് ഈസ് എക്സ് 0 ആകുമ്പോൾ വാല്യൂ ഏതാണ്? 1/5. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വാല്യൂ ജി ഓഫ് 0 എന്താണ് കിട്ടിയത്? 1/5 എന്ന് കിട്ടി. ഇനി നമ്മൾ ജി ഓഫ് 1 ആണ് നോക്കുന്നത്. ജി ഓഫ് 1 ഇസ് പ്രോബബിലിറ്റി ദാറ്റ് വൈ ഇസ് ഈക്വൽ ടു 1. വൈ 1 ആവുന്നത് എപ്പോഴാണ് നമുക്ക് നോക്കാം. വൈ 1 ആവുന്നത് രണ്ട് ഇതിലാണ്. വെൻ എക്സ് ഇസ് ഈക്വൽ ടു -1. അതുമാതിരി വൈ 1 ആവുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ രണ്ട് കേസുകളിൽ വൈ 1 ആവുന്നുണ്ട്. വെൻ എക്സ് ഇസ് ഈക്വൽ ടു -1 ഓർ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 1. പ്രോബബിലിറ്റി ഓഫ് വൈ ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -1 ആവാം, ഓർ പ്ലസ് ഇടാം പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -1 ഇസ് എഫ് ഓഫ് -1 പ്ലസ് ദിസ് ഇസ് എഫ് ഓഫ് 1, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് -1 എന്ന് പറഞ്ഞാൽ 1/5, എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1/5 ആണ്. ദിസ് ഇസ് 1/5 പ്ലസ് 1/5 വിച്ച് ഇസ് ഈക്വൽ ടു 2/5. അതുമാതിരി അടുത്തത് ജി ഓഫ് 2 ആണ് നമ്മൾ കാണുന്നത്. ജി ഓഫ് 2 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് വൈ ഇസ് ഈക്വൽ ടു ജി ഓഫ് 4 അല്ലേ. പ്രോബബിലിറ്റി ഓഫ് വൈ ഇസ് ഈക്വൽ ടു 4 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു വൈ എപ്പോഴൊക്കെയാണ് 4 ആയത്? വെൻ എക്സ് ഇസ് ഈക്വൽ ടു -2 ആൻഡ് വെൻ എക്സ് ഇസ് ഈക്വൽ ടു 2. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ദാറ്റ് ഇസ് ഈക്വൽ ടു f of -2 plus f of 2, which is equal to f of -2 is 1/5 and f of 2 is 1/5. Therefore we can write this as 1/5 plus 1/5 which is equal to 2/5. അപ്പോൾ നമുക്ക് വൈൻ്റെ വാല്യൂസ് കിട്ടി. 0, 1 and 4. അവരുടെ PMF കിട്ടി 1/5, 2/5 and 2/5. അപ്പോൾ നമുക്ക് വൈൻ്റെ PMF നമുക്ക് എടുത്തിട്ട് എഴുതാം. നമുക്ക് എഴുതാം PMF of y. Therefore PMF of y is given by വൈൻ്റെ PMF നമുക്ക് ഇങ്ങനെ ടേബിൾ രൂപത്തിൽ എഴുതാം. വൈ എടുക്കുന്ന വാല്യൂസ് 0, 1 and 4 and g of y is 1/5, 2/5 and 2/5. അടുത്ത ക്വസ്റ്റ്യൻ, മെൻഷൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ജോയിൻറ്റ് PDF of a pair of continuous random variables. അപ്പോൾ നമുക്ക് ഇവിടെ PDF-ൻ്റെ ജോയിൻറ്റ് PDF-ൻ്റെ പ്രോപ്പർട്ടീസാണ് നോക്കുന്നത്. നമുക്ക് ഫസ്റ്റ് പ്രോപ്പർട്ടി, ജോയിൻറ്റ് PDF-നെ നമ്മൾ എഫ് ഓഫ് എക്സ് കോമ വൈ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് എഫ് ഓഫ് എക്സ് കോമ വൈ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് കോമ വൈ. എല്ലാ എക്സ് കോമ വൈയിലും എഫ് ഓഫ് എക്സ് കോമ വൈയുടെ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം. ആൻഡ് അടുത്ത പ്രോപ്പർട്ടി പറയുന്നത് ടോട്ടൽ PDF 1 ആയിരിക്കണം. അതായത് ഇൻ്റഗ്രൽ ഓവർ എക്സ്, ഇൻ്റഗ്രൽ ഓവർ വൈ, എഫ് ഓഫ് എക്സ് കോമ വൈ dx dy is equal to 1. This is total PDF is equal to 1. Another question, define the independence of two random variables. Two random variables x and y having the joint PMF or PDF f of x comma y and marginal PMFs or PDFs f1 of x and f2 of y are said to be independent if and only if f of x comma y is equal to f1 of x into f2 of y. അതായത് രണ്ട് റാൻഡം വേരിയബിൾസ് ഇൻഡിപെൻഡൻ്റ് എന്നപ്പോഴാണെന്ന് പറയുന്നത് അവരുടെ ജോയിൻ PMF അല്ലെങ്കിൽ PDF-നെ എങ്ങനെ എഴുതണം?
മാർജിനൽ PMFs അല്ലെങ്കിൽ PDFസിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതാൻ പറ്റിയാൽ നമുക്കെന്ത് പറയാം, രണ്ട് റാൻഡം വേരിയബിൾസ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയും. And if the two random variables x and y are independent, then join PDF അല്ലെങ്കിൽ p.m.f f of x comma y is equal to f1 of x എന്ന് എഴുതാം. and f of y given x-നെ നമുക്ക് എങ്ങനെ എഴുതാം, f2 of y എന്നും എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ കോറിലേഷൻ. എന്താണ് കോറിലേഷൻ നോക്കാം. കോറിലേഷൻ is a statistical device which measures the degree or strength of the relationship between two or more variables. The question, calculate Karl Pearson's correlation coefficient between x and y if summation x is equal to 35, summation x square is equal to 203, summation y is equal to 28, summation y square is equal to 140, summation xy is equal to 168 and n is equal to 10. അപ്പോൾ നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ ഫോർമുല നമുക്ക് നോക്കാം. കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് R is equal to summation x comma summation n into summation xy minus summation x summation y divided by root of n into summation x square minus summation x the whole square into root of n into summation y square minus summation y the whole square. That is equal to, എല്ലാത്തിനും വാല്യൂസ് തന്നിട്ടുണ്ട്. n is 10, n into summation xy, that is 10 into summation xy is 168 minus summation x into summation y, that is 35 into 28 divided by root of n into summation x square, that is 203 minus summation x the whole square, that is 35 square into root of n into, that is 10 into summation y square, which is 140 minus summation y the whole square, that is 28 square. That is equal to, ന്യൂമറേറ്ററിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 700 എന്നാണ് കിട്ടാൻ പോകുന്നത്. 700 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ്, താഴെ വരുന്നത് 805 ഇൻറ്റു റൂട്ട് ഓഫ് 660 and the answer is 0.994. Define Spearman's correlation coefficient. Spearman's rank correlation coefficient is a numerical value which identifies the direction and strength of the relationship between two ranked variables. സ്പിയർമാൻസ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് റാങ്കുകളായിട്ട് റാങ്ക് ചെയ്തിരിക്കുന്ന വാല്യൂസ് തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ രണ്ട് റാങ്ക്ഡ് വേരിയബിൾസിൻ്റെ സ്ട്രെങ്ത് ഓഫ് ദ റിലേഷൻഷിപ്പ് അതിനാണ് അതിൻ്റെ കണ്ടുപിടിക്കുന്നത് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. ആൻഡ് ദ ഫോർമുല ഫോർ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഇസ് ക്യാപിറ്റൽ R is equal to 1 minus 6 into summation d square divided by n into n square minus 1. ഇവിടെ d കാണിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ റാങ്ക്സ് ആണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ഒബ്സർവേഷൻസ്. The question, define regression. Regression is a statistical device which measures the nature of the relationship between two or more variables. Regression measure ചെയ്യുന്നത് nature of the relationship ആണ്.